ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി റണ്ണിങ്ങിൽ എൻജിൻ സൗണ്ട് കാണിച്ചിട്ട് വണ്ടി ഓഫായി പോയി വർക്കിന് വന്നതാണ്. അപ്പം നിലവിൽ നമുക്കത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വണ്ടി വീലൊക്കെ ജാമായൊരു കണ്ടീഷനാണ് വണ്ടി വന്നായിരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് എൻജിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ള കേസ് മനസ്സിലായതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ എൻജിൻ ഭാഗം അഴിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് സംഭവിച്ചാണ് കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഈ ഗിയർ ബോക്സിനകത്ത് വരുന്ന ഗിയർ ബോക്സിൽ വരുന്ന ഈ ബെയറിങ് കംപ്ലയിൻ്റ് ആയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ചാടിപ്പോയിരുന്നു. ഇതാണ് അതിൻ്റെ പ്രോബ്ലം. ശരിക്കും ഇതുണ്ടോ, ബെയറിങ്ങും ബോളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് മെയിൻ ഷാഫ്റ്റിൻ്റെ ഒരു ബെയറിംഗ് ആണത്. മെയിൻ ഷാഫ്റ്റ് കൗണ്ടർ ഷാഫ്റ്റിലേക്ക് ലോഡായിട്ട് ജാമായിട്ട് കയറുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിലത് ഡിസോർഡറായി പോയി. അതാണ് അത് പറ്റിയേക്കണം കേട്ടോ. നിലവിൽ ഇപ്പോൾ ഈ ബെയറിങ് ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റണ സമയത്ത് ഗിയർ ബോക്സിൻ്റെ എല്ലാ ബെയറിങ് കൂടി മാറ്റണം. അതായത് ഇപ്പോൾ ഈ ബെയറിങ് ഇത് രണ്ടെണ്ണം മാറണം. ഇപ്പുറത്തെ കേസും വരുമ്പോൾ ഈ 2 ബെയറിങ് കൂടി മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യണം കേട്ടോ. നമ്മളതിൻ്റെ ഗിയർ വീലുകൾ നമ്മൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഡാമേജ് ബെയറിങ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗിയർ വീൽ കൂടി പോകേണ്ടതാണ്. നിലവിൽ അങ്ങനെ കാര്യമായിട്ട് ലോഡ് കൊടുത്ത് ഓടിച്ചിട്ടുണ്ടായില്ല. കാരണം വീലുകൾക്ക് അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വന്നിട്ടില്ല. നിലവിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങൾ കാണുന്നില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ മാറ്റാം, റീസെറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിലവിൽ നമ്മളതിൻ്റെ ഈ സിലിണ്ടറിൻ്റെ ഭാഗം അഴിക്കാൻ വേണ്ടല്ലോ. അതിൻ്റെ സിലിണ്ടറിൻ്റെ ബോറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സിലിണ്ടർ മാത്രം നമുക്കൊന്ന് ബോർ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. കാരണം ക്രാങ്ക് ഷാഫ്റ്റിനൊക്കെ ചെറിയൊരു പ്ലേ ഉണ്ട്. എന്നാൽ അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാണുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. കാരണം വെച്ചാൽ സിലിണ്ടറൊക്കെ ഇതന്നെ ഉപയോഗിക്കുക. സാധാരണ നമ്മൾ സിലിണ്ടറൊക്കെ പുതിയത് യൂസ് ചെയ്യാനാണ് പറയാറ്. ഇതിപ്പോൾ തൽക്കാലം ബോർ ചെയ്താൽ മതി എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ സിലിണ്ടറിൻ്റെ ഈ ക്രാങ്കിൻ്റെ ഈ ഷാഫ്റ്റിന് കണക്ടർ റോഡിന് ചെറിയൊരു പ്ലേ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നോന്നല്ല, നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ക്രാങ്കിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമ്മൾ അതുമേയാണ് ഈ പിസ്റ്റണോ സിലിണ്ടറൊക്കെ സെറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇതിന് കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ഇടുന്ന പിസ്റ്റണോ സിലിണ്ടറും ഡാമേജ് വരും. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ബോർ ചെയ്ത് തൽക്കാലം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ആ ബോർ ചെയ്താലും നമുക്കൊരു 1 ഇയർ ഗ്യാരൻറ്റിയൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സെറ്റ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ അഴിക്കുമ്പോൾ സാധാരണ രീതിയിൽ സംഭവിക്കാറെന്ന് ഈ ക്ലച്ച് ഡിസ്കിന് സാധാരണ കംപ്ലയിൻറ്റ് അങ്ങനെ കിടന്ന് ഓടിയിട്ട് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഈ രീതിയിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഗിയറിന് എന്തെങ്കിലും ടൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് ക്ലച്ച് ഡിസ്ക് മാറ്റേണ്ടതായിട്ട് വരും. ഗിയർ ടൈറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ക്ലച്ച് ഡിസ്കും പ്ലേറ്റും കൂടിയിട്ട് ഗിയർ ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കൂട്ടത്തിൽ മാറ്റി വിടേണ്ടി വരും കേട്ടോ. ബാക്കി പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ്, ഓറിങ്ങുകൾ, എഞ്ചിൻ ഓയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ശരിക്കും മെറ്റലിൻ്റെ പിസറുണ്ട്. അതാണ് ആ ഓയിൽ വലിയ പഴക്കമില്ല ഓയിൽ. പക്ഷേ നമുക്ക് ആ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ വീണ്ടും ഈ പ്രോബ്ലം അതിൻ്റെ മെറ്റലിൻ്റെ ആ ഒരു കണ്ടൻറ്റ് അതിനകത്ത് ഓയിലുണ്ട് മിക്സിങ്. നമ്മൾ എങ്ങനെ ഫിൽട്ടർ ചെയ്താലും അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ആ ഓയിൽ നമ്മൾ മാറ്റി പുതിയത് ഒഴിക്കണേ. ബാക്കിയത്തെ ഈ പറഞ്ഞ രീതികളെ സിലിണ്ടർ ബോർ ചെയ്ത് ബാക്കിയത്തെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താലും മതി. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുള്ളായിട്ട് എൻജിൻ റീസെറ്റിംഗ് ആയിട്ട് ചെയ്യേണ്ടി വരും. ക്രാങ്ക് സിലിണ്ടറൊക്കെ മാറ്റി അതൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല റേറ്റ് വരും. അപ്പോൾ ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഇപ്പം നിലവിൽ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതികളെ നമുക്ക് സിലിണ്ടർ ബോർ ചെയ്ത് കയറ്റാം. സിലിണ്ടർ ബോർ ചെയ്യണതിന് ലെയ്ത്തിൽ നമ്മൾ വാറണ്ടി ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വാറണ്ടി പറയണില്ല. പക്ഷേ ലെയ്ത്ത് വർക്കിന് ചെയ്യുമ്പോൾ ലെയ്ത്തിൽ ബോർ ചെയ്തെടുക്കുമ്പോൾ അവർ 1 വർഷം ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ വാറണ്ടിയിൽ ചെയ്യുന്ന വർക്കും പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സിലിണ്ടർ പിസ്റ്റണും ക്രാങ്ക് കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യുമ്പോഴാണ് നമ്മൾ വാറണ്ടി കൊടുക്കുക. കാരണം ഇതിപ്പോൾ ചെറിയൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഓടിയിട്ടുള്ള തേയ്മാനം ഉണ്ടാവും എന്തെങ്കിലും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. നമുക്ക് ആ രീതിയിൽ ചെയ്താലും നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ്, എന്തായാലും പെട്ടെന്നൊരു പ്രശ്നം വരുമൊന്നുമില്ല, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് കാണിക്കാനുണ്ടായ കാരണം ഈ ഒരു ബെയറിങ് പോയതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഇല്ലാണ്ട് അഴിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ആ ഒരു ബെയറിങ് പണി മുടക്കിയതാണ് മൊത്തത്തിൽ പ്രോബ്ലമായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, വീഡിയോ വാട്സാപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞു. ഇനി അതല്ല നേരെ മറിച്ച് ഫുള്ളായിട്ട് തന്നെ പാർട്സുകൾ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിൽ ചെയ്യാൻ, കുഴപ്പമില്ല. ഞാൻ നിങ്ങളൊരു സജഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. കാരണം പ്രത്യക്ഷത്തിൽ അങ്ങനെ വലിയ പ്രോബ്ലമായിട്ട് തോന്നണില്ല, അതുകൊണ്ട് കേട്ടോ.
നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. തീരുമാനം നിങ്ങളുടെ അടുത്തേക്ക് വിടുന്നു. നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്.